ഇനി ഈ റോസാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഇതിനാവശ്യമുള്ളത് 180 GSM ക്രേപ്പ് പേപ്പർ അല്ലെങ്കിൽ പ്യൂണിക്സ് പേപ്പർ, നോർമൽ ക്രേപ്പ് പേപ്പർ, പശ, കത്രിക, കമ്പികൾ. ഇനി ഇതേപോലെ ചെറിയ പീസുകൾ കട്ട് ചെയ്തെടുക്കണം. ഇതിന്റെ മെഷർമെന്റ് 3.5 × 5.5 ആണ്. ഇനി ഇത് രണ്ടായിട്ട് മടക്കി ഒരു പെറ്റലിന്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെയുള്ള 24 പെറ്റൽസ് ആണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. എല്ലാ പെറ്റലും ഒരേ മെഷർമെന്റ് ആണ്. ഇനി ഇത് ഈ ഷേപ്പിലൊന്ന് കട്ട് ചെയ്യാം. ഞാൻ രണ്ടെണ്ണം കട്ട് ചെയ്ത് കാണിക്കാം. ഇനി ഈ പെറ്റൽസ് എല്ലാം ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. ഇതിൽ 24 എണ്ണത്തിൽ നിന്ന് ഞാൻ 6 എണ്ണം ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിന്റെ രണ്ട് സൈഡുകളും ടൂത്ത് പിക്കോ റീഫിലറോ ഉപയോഗിച്ച് ഈ രീതിയിൽ ചെയ്തെടുക്കാം. പിന്നീട് ഇതിന്റെ സെന്റർ ഭാഗം ഇതേ രീതിയിൽ കുഴിച്ചെടുക്കാം. ഇങ്ങനെയാണ് ഈ പെറ്റൽസ് എല്ലാം ചെയ്തിട്ടുള്ളത്. ഇനി 6 എണ്ണം മാറ്റി വെച്ചത് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് രീതിയിലാണ് കുഴിച്ചെടുക്കുന്നത്. അത് പ്രത്യേകിച്ചും ശ്രദ്ധിക്കണം. രണ്ടും രണ്ട് രീതിയിലാണ് പെറ്റൽസ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം ഒന്ന് ഉപയോഗിച്ച് നമുക്കൊരു ഫ്ലവർ ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം.
ഇനി നമുക്ക് ഗ്രീൻ പേപ്പറിന്റെ പീസ് വേണം. ഈ രീതിയിൽ 2 പീസ് കട്ട് ചെയ്തെടുക്കണം. ഇതിന്റെ മെഷർമെന്റ് 2.5 ഇൻറ്റു 3 സെന്റിമീറ്റർ ആണ്. ഈ രീതിയിൽ 4ആയിട്ട് മടക്കിയ ശേഷം ഇത് വി ഷേപ്പിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇതിന്റെ ഒരു ഭാഗമാണ് വി ഷേപ്പിൽ കട്ട് ചെയ്യേണ്ടത്. പിന്നീട് ഇതിന്റെ അറ്റം ഒന്ന് കൈകൊണ്ട് ചെറുതായിട്ടൊന്ന് പിരിച്ചു കൊടുക്കുക. പിന്നീട് ഇത് ഫ്ലവറിന്റെ അടിയിലായിട്ട് ഒട്ടിച്ചു കൊടുക്കണം. ഞാൻ 2 പീസായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഒരു പീസായിട്ട് കുറച്ച് ലെങ്ത് കൂട്ടിയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇത് ഫ്ലവറിന്റെ അടിയിൽ ഈ രീതിയിൽ ഒട്ടിച്ചു കൊടുക്കുക. ഞാൻ ഗ്രീൻ പേപ്പർ വെച്ച് തന്നെയാണ് ഇതിന്റെ കമ്പിയും കവർ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രീൻ ടാപ്പ് ഉപയോഗിക്കാം. ഇനി ഞാൻ ഇതിൽ ലീഫ് ചെയ്യാവുന്നതും ഇതേ സെയിം മെഷർമെന്റിലുള്ള ഗ്രീൻ പേപ്പറിന്റെ പീസ് വെച്ചിട്ടാണ്. അപ്പോൾ നമ്മുടെ ഫ്ലവേഴ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന്റെ കൂടെ ഈ ലീഫ് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇനിയും ഇതേപോലെയുള്ള പുതിയ വീഡിയോസിന് വേണ്ടി ഈ ചാനലിലോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ്സ് ചെയ്യുക. താങ്ക് യു.